എന്ത് പറ്റി? നേരത്തെ ആണല്ലോ. ഇന്ന് ബ്ലോക്ക് കുറവായിരുന്നു സർ. നാൻസി ഇന്നലെ ലേറ്റ്, ഞാനും ലേറ്റ്. താനിവിടെ റിസപ്ഷനിൽ ഇരിക്കുന്നതല്ലേ, നീ വേണ്ട നേരത്തെ വരാൻ. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും, നീ നാളെ വന്ന് ഡെലിവറിക്ക് പോയിക്കോ. ഞാനിവിടെ വേറെ ആളെ പിടിച്ചെടുത്തിക്കോളാം. അയ്യോ അത് വേണ്ട സർ, ഇവിടെയാണ് സുഖം. സുഖം? ഇന്ന് എത്ര ജോയിനിങ് ഉണ്ട്? ഇന്ന് 10 പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് സർ. ആണോ? ഹോള് സെറ്റല്ലേ? ആ സെറ്റാണ്. അങ്ങനെയാണ് അവരെ വിളിച്ചാൽ ഓക്കെ. ബോയ്സ്, ചേട്ടാ ചേട്ടാ ഇവിടെ ബോയ്സ്, അതിൽ ഞാനും. അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത്, ഇന്ന് ഈ സിറ്റിയിൽ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വിശപ്പകറ്റാൻ ഈറ്റിക്കു ആശ്രയിക്കുന്നത്. നാളെ അത് 10,000-ങ്ങളാവാം, ലക്ഷങ്ങളാവാം. നിങ്ങൾ ഇവിടെ വെറും ജോലിക്കാർ മാത്രമല്ല, യു ആർ അവർ ഡെലിവറി പാർട്ട്നേഴ്സ്. ചേട്ടാ, ചേട്ടന്റെ പ്രായത്രേ? എന്നോടാണോ? അതെ. മധു. പേരല്ല, പ്രായം. 57. ഈ പ്രായത്തിലും ചേട്ടൻ കമ്പനിയുടെ ഡെലിവറി പാർട്ട്ണറായ സ്ഥിതിക്ക് എന്റെയും കമ്പനിയുടെയും പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും. അത് പ്രായം ഇത്രയായെങ്കിലും ചെലവിന് പിള്ളേരോട് ചോദിക്കാന്ന് പറയുന്നത് മോശമല്ലേ? നല്ല കാര്യം. ചേട്ടൻ ഇരിക്കും. അല്ല, ഞാൻ പറഞ്ഞ കാര്യം. അല്ലല്ല, പിന്നെ പറയാം. ചേട്ടൻ ഇരിക്കും, പിന്നെ പറയാം. ഇരിക്കും. ചുരുക്കി പറഞ്ഞ, കയ്യിലൊരു മൊബൈലും ഒരു ബൈക്കും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കണ്ട. ഓക്കെ, ഇതൊക്കെ തന്നെ ധാരാളം. ഇതിപ്പോ ബൈക്കുള്ളതാ ഏറ്റവും വലിയ പേടി. ഈ തീ വിലക്ക് പെട്രോൾ അടിച്ച് ഓടി നടന്നു കഴിഞ്ഞാൽ കീശയിലോട്ട് വല്ല നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. പറയണ്ട, ചേട്ടൻ ഇരിക്കും. പറയാൻ സമ്മതിക്കത്തുമില്ല, അഭിപ്രായം ചോദിക്കുകയും ചെയ്യും. അപ്പോ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുടെ മൊബൈൽ ആപ്പ് വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ല, ഇതിനകത്ത് പെട്രോളിന്റെ ചർച്ച ഒഴിച്ചു ഒന്നുമില്ലല്ലോ. അപ്പൊ ബോയ്സ്, ഓൾ ദി ബെസ്റ്റ്. ഡിസ്പേഴ്സ്. സംശയം ചോദിക്കാൻ സമ്മതിക്കത്തില്ല. സാർ, ഇതിന്റെ കോളർ മാറ്റി റൗണ്ട് കിട്ടില്ലല്ലോ. കിട്ടൂല. മോളെ ഗൗരി, എന്തോ ഇതൊന്ന് നോക്കിക്കോ മോളെ. ആ, നീല വന്നിട്ടുണ്ടല്ലോ. നീല വന്നിട്ടെന്ന് വെച്ചാ കണ്ടു എന്നാണ് അർത്ഥം. അപ്പൊ കണ്ടു അല്ലേ? കണ്ടു. ഒരുമ്പട്ടവള്. ഞാൻ ഈ വയ്യാതെ കുത്തിക്കുറിച്ച് അയച്ചിട്ടേ അവക്ക് ഒരു മൈൻഡും ഇല്ല. അല്ല, ഇതാരാ? ഇത് നിമ്മിയുടെ വകയിലൊരു അമ്മായിയാ. കാശിനോട് വിളിക്കട്ടെ, അപ്പൊ ഞാൻ കാണിച്ചു കൊടുക്കാം. നിമ്മ വന്നില്ലേ അമ്മേ? വന്നിട്ടുണ്ട്. മേളിൽ നിന്ന് എന്തൊക്കെയോ ഇറക്കുവാ. കൊച്ചിരുന്ന് പഠിക്കല്ലേ? ബഹുമാനൊക്കെ ഓഫീസിൽ മതി. ഇതൊക്കെ കാണാൻ ആളുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. കഴിഞ്ഞില്ലേ ഇവിടെ ട്യൂഷൻ? അച്ഛൻ, ഞാൻ സ്കൂളിൽ മോണാക്ടിങ്ങിന് പേര് കൊടുത്തിട്ടുണ്ട്. മിടുക്കി. മോണാക്ടിന് മാത്രമല്ല, മിമിക്രിക്കും ഭരതനാട്യത്തിനും ഒക്കെ കൊടുക്കണം. നീ അച്ഛന്റെ മോളല്ലേ? പഠിച്ചോണ്ടിരുന്നപ്പോഴേ കോളേജില് മിമിക്രി മത്സരം ഉണ്ടോ? ഫസ്റ്റ് എനിക്ക്. വേറെ ആരും ആ ഏരിയയിലോട്ട് വന്നിട്ട് കാര്യമില്ല. ഞാൻ കുറച്ചു നേരമായി. എടാ, ഞാൻ വെറുതെ പറയല്ലേ. നീ അവളോട് ചോദിച്ചു നോക്കിയാടി. ഞാൻ മറ്റേ ബാലേന്ദ്രമന്റെ മിമിക്രി കാണിക്കുന്നത് കണ്ടിട്ടല്ലേ നീ എന്നെ പ്രേമിച്ചേ? അത് ബാലേന്ദ്രമേനായിരുന്നോ? ആ, തലകെട്ടൊക്കെ കെട്ടി. ഞാൻ വിചാരിച്ചുവല്ലോ. ഇതാണ് ഈ പുച്ഛമാണ് കുഴപ്പം. എടാ, ആരെങ്കിലും ഒക്കെ എന്നെ കുറച്ച് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ മിമിക്രി സിനിമയിൽ വന്ന് വലിയ നടനായി പോയെന്നെ. അതിനുള്ള കഴിവ്. ഇവിടുത്തെ തള്ളു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ താഴ്ത്തുവാ. ഞാൻ അവിടെ പുട്ടിന് കഴിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ വന്ന് തള്ളിയാലേ വൈകിട്ടും എല്ലാം കഴിക്കാം കേട്ടാ. ബാ. ശരി, രാത്രിയിലും പുട്ട്. മോളെ ഗൗരി, ഇവിടുത്തെ രാത്രിയിൽ കഴിക്കാൻ ഉപ്മ. ഓ, പുട്ട് തന്നെ ബെസ്റ്റ്. ഞാൻ താഴ്ത്തുനിന്ന് കുറച്ച് തള്ളട്ടെ. കുറച്ച് കഴിഞ്ഞ് ടെറസിലോട്ട് വരാൻ നീ നൈസായിട്ട് അങ്ങോട്ട് പോരും. ശരി മോളെ. ഹായ് ഗൈസ്, സെക്സ് എന്ന ഒരു വാക്ക് പോലും നമുക്ക് പലർക്കും അശ്ലീലമാണ്. സ്ത്രീകളെ വെറും ഒരു ശരീരം മാത്രമായിട്ട് കാണുന്ന ചിന്താഗതി മാറണം. എങ്കിലേ ഇരയെ വേട്ടയാടുന്ന ആ ഒരു വ്യഗ്രത നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂ. ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, അത് നമ്മൾ സ്ത്രീകളിൽ നിന്ന് തന്നെ ഇവിടെ തുടങ്ങാൻ കഴിയും. യെസ്, ഓരോ സ്ത്രീയും ഒരു അമ്മയല്ലേ. പുതിയൊരു ജനറേഷനെ ഇന്ന് തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം. ഓക്കെ, ഡബിൾ ഓക്കെ. നശിപ്പിച്ചു.
രാത്രിയാകുമ്പോൾ ഇവിടെ വന്ന് 2 എണ്ണം അടിച്ച് നിൽക്കുക എന്തൊരു രസമല്ലേ. പക്ഷെ ഇതിൻ്റെ വില ഓർക്കുമ്പോൾ ഇവിടെ നിന്നിട്ട് താട്ട് ചാടാൻ തോന്നും. ഓ ഇതാടാ ഒരു മൂഡ് ഓഫ്. നാളെ അവളുടെ ചെക്കപ്പാ. എന്താവുന്നൊരു എത്തും പിടി. നീ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ. അതൊക്കെ എൻ്റെ സമയത്ത് അങ്ങ് നടന്നോളൂ. നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, വലിയ പ്രായമൊന്നും ആയില്ലല്ലോ. നീ ഞങ്ങളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണം കഴിഞ്ഞിട്ട് 4, 5, 6 വർഷം കഴിഞ്ഞിട്ടാണ് അവള് പ്രഗ്നൻ്റ് ആയത്. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? എടാ അവള് കൊച്ചു പെണ്ണല്ലോടാ. അവള് പോയിട്ട് പുട്ടുപോലെ കാര്യം കഴിഞ്ഞിട്ട് അവളിങ്ങ് പോരും. നീ വെറുതെ ടെൻഷൻ അടിക്കല്ലേ. നമ്മൾ ഒരു കാര്യത്തിൽ മാത്രമേ ടെൻഷൻ അടിക്കാവുള്ളൂ. രാത്രി നമ്മൾ സാധനം കിട്ടുമോ 2 എണ്ണം അടിക്കാൻ പറ്റുമോ, വേറെ ഒന്നിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ആണുങ്ങള്. അയ്യോ അതെ, നിമ്മി വരുന്നുണ്ട്. ചോദിച്ച സാധനം തീർന്നു പറഞ്ഞാൽ മതി. കംപ്ലീറ്റ് കുടിച്ചു വെട്ടിച്ചിട്ട് ഷെയറും തരാതെ പോകും. ഇന്ന് നൈസായിട്ട് തന്നെ ഒഴിവാക്കിയല്ലേ? ഒഴിവാക്കിയല്ലേടി, ഞാൻ വിളിക്കാൻ വേണ്ടി വന്നപ്പോ അകത്ത് ഭയങ്കര ബഹളം. നീ കിടന്ന് കാറി പൊളിക്കായിരുന്നു. അത് ചുമ്മാ ഒന്നുമല്ല. ഇന്ന് പോസ്റ്റ് ചെയ്ത വ്ളോഗ് ഉണ്ടല്ലോ, അത് 10 മിനിറ്റില് 10K വ്യൂവേഴ്സ്. എന്തായിരുന്നു സബ്ജക്ട്? അത് സമൂഹത്തിലെ സെക്ഷൽ അവയർനെസിന്റെ ആവശ്യകത. അത് ആവശ്യകതയുള്ളതാണ്. അത് കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ സ്ഥലം വരക്കുന്നത്. ഒരെണ്ണം വെച്ചാൽ എനിക്ക് ഇത് ലാസ്റ്റ് വെക്കാം. ഞങ്ങൾ രണ്ടുപേരുടെ ലൗസ് പഠിക്കാൻ വേണ്ടി വെച്ചിരിക്കും. ലാസ്റ്റ് വെക്കാം. ലാസ്റ്റ് എന്നാ ഞാൻ അടിക്കാം. ഒരു വ്ളോഗ് കൂടെ ഉണ്ട്. എന്താ സബ്ജക്ട്? സ്ത്രീകളിൽ വർദ്ധിച്ചു വരുന്ന മദ്യാസക്തിയും പരിഹാരവും. എന്താ പരിഹാരം? ഒന്നുമില്ല, ഇതുപോലെ തോന്നുമ്പോ ഓരോന്ന് അടിക്കാം. ശരിയാന്ന് ചെല്ലട്ടെ. ഇവിടെ ഈ കമ്പനിക്ക് മുതലാകുക കേട്ടോ. എന്തൊരടിയായി കൊച്ചു. ഞാനേ പുതിയൊരു കാർ എടുത്താലോ എന്ന് ഇങ്ങനെ ആലോചിക്കാം. അപ്പൊ നമ്മുടെ ഉള്ള കാറോ? അല്ല, നമുക്ക് പുതിയൊരു കാർ വാങ്ങണം. ഇപ്പോഴുള്ള സെക്കൻഡ് ഹാൻഡ് അല്ലേ, അത് മാറ്റാം. പിന്നെ ഒരു 4-5 സെന്റ് സ്ഥലം എറണാകുളത്ത് കണ്ണായ സ്ഥലത്ത് വാങ്ങിച്ചിട്ട് ഒരു കുഞ്ഞ് 3000-4000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട്. അല്ല, ഈ മാസത്തെ ബാങ്ക് ലോൺ അടച്ചോ? ആ, ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു. 7-ാം തീയതിക്കുള്ളിൽ അടക്കണം എന്നാ പറയണേ. എന്താ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുക. ഈ പാദസരം ഒന്ന്. പാദസരം നോക്കണ്ട, ഞാൻ തരില്ല. ചത്താലും തരില്ല. അയ്യോ, അപ്പോ പിന്നെ നീ ഒന്ന് പഴയ പോലെ അക്ഷയ സെന്ററിൽ പോണം അല്ലേ? അല്ല, ഡോക്ടർ പറഞ്ഞ പോലെ ഫസ്റ്റ് 3 മാസമല്ലേ പ്രശ്നമുള്ളൂ. 4 മാസം തൊട്ട് പോയി തുടങ്ങാലോ. ഒന്ന് പോയിരുന്നെങ്കിലേ, അതാവുമ്പോ നമ്മളൊന്ന് ഫിനാൻഷ്യലി ഒന്ന് ഇതാവുന്നേ. മനസ്സിലായി. എന്നിട്ട് നമുക്ക് മൊത്തത്തില് ഒരു ചെലചുരുക്കൽ പരിപാടി ഒന്ന് പ്ലാൻ ചെയ്യണം. അങ്ങനെയാണെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. ചെലവ് ചുരുക്കണം. എന്നാലേ എനിക്കൊരു ബുട്ട മേടിച്ചു തരുമോ? ബുട്ട. ബുട്ടയോ? ബുട്ട. ബാ. ബുട്ട